ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. നിങ്ങളെ സ്വന്തം VKV ആണ്. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഫിസിക്സിലെ തന്നെ ഒരു അടിപൊളി കണ്ടന്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നും അല്ലടാ, നമ്മളെ ഡിഫക്ട്സ് ഓഫ് ഹ്യൂമൻ ഐ, അല്ലെങ്കിൽ നമ്മളെ കണ്ണിലുണ്ടാവുന്ന ഡിഫക്ട്സിന്റെ കുറിച്ചാണ്. അതിലൊരു ഡിഫക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണെന്ന് അറിയോടാ? മയോപ്പിയന്റെ കുറിച്ചാണ്. മയോപ്പിയ അഥവാ നിയർ സൈറ്റഡ്നെസ്, ഹ്രസ്വദൃഷ്ടി. കേട്ടല്ലോ? ഒന്നുമില്ലടാ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നെല്ലാം കേട്ടിട്ടില്ലേ? അതിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നതാണ് മയോപ്പിയ, അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ്, അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി. ആ പേരിൽ തന്നെ എന്താ സംഭവം എന്ന്? നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അടുത്തുള്ള വസ്തുക്കൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, പക്ഷേ ദൂരമുള്ള വസ്തുക്കൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. അതാണ് ഷോർട്ട് സൈറ്റ്. ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് വരെ ഉള്ളത് എല്ലാം കാണാം, പക്ഷെ ദൂരമുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. മനസ്സിലായോ? അതന്നെയാണ് നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി. ഇനി ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. കോസസ് ഒന്ന്, ഐബോൾ മേ ബി ലോങ്. ഓക്കെ, കണ്ണിനകത്തുള്ള ഐബോള് ഒന്നിക്കിൽ വലുതായിരിക്കാം. മനസ്സിലായല്ലോ? നേത്രഗോളങ്ങൾ എന്താവാം? വലുതാവാം. അതായിരിക്കാം ഒരു റീസൺ. പിന്നെയോ, ഒന്നിക്കില് ഐ ലെൻസിന്റെ പവർ കൂടുതലായിരിക്കാം. മനസ്സിലായോ? അതായത് കണ്ണിലെ ലെൻസിന്റെ പവർ കൂടുതലായിരിക്കാം. അങ്ങനെയാണെങ്കിലും മയോപ്പിയ സംഭവിക്കാം. കേട്ടോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കടാ. ഇതാ ഇവിടെ നോക്കിയേ. നിങ്ങളെ റേ ഡയഗ്രാംസിലും പഠിച്ചിട്ടില്ലേ? റേ ഡയഗ്രാംസ് പഠിച്ചിട്ടില്ലേടാ മക്കളെ? അപ്പൊ നോക്ക്, ഇവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതെന്താണ്? ഇത് ഐബോൾ ആണല്ലേ, നേത്രഗോളാണ്. ഇനി ഉള്ളിൽ എന്തുണ്ട്? ലെൻസ് ഉണ്ട്, നമ്മളെ ഐ ലെൻസ് ഉണ്ട്. അപ്പോൾ സാധാരണയായിട്ട് എന്ത് ചെയ്യണം? ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരുവാണെങ്കിൽ ലെൻസിൽ തട്ടിയിട്ട് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യേണ്ടത്? റെറ്റീനയിലാണ് അല്ലേ? കണ്ണിനകത്തുള്ള റെറ്റീനയിലാണ്. റെറ്റീന എവിടെയാണ് ഉണ്ടാവുക? റെറ്റീന ഇതാ ഇവിടെയല്ലേ ഉണ്ടാവുക? അവിടെയാണ് ഉണ്ടാവുക. ആ കറുപ്പ് പോർഷനിലാണ് റെറ്റീന ഉണ്ടാവുക അല്ലെ? ഇത് ഇവിടെയാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എവിടെയാ ഇമേജ് ഫോം ചെയ്യുന്നത്? എവിടെയാണ് പ്രതിബിംബം ഉണ്ടാവുക? ഇമേജ് എവിടെയാ ഉണ്ടാവുക? ഇതാ ഇതിന്റെ മുന്നിലാണ്. കണ്ട? റെറ്റീനന്റെ മുന്നിലാണ്. റെറ്റീനന്റെ മുന്നിൽ ഇവിടെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ അതേപോലെ ഇതാ ഇവിടെ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ദൂരത്തു നിന്ന് വരുന്ന ലൈറ്റ് റേസാ. ദൂരമുള്ള ഒരു വസ്തുവിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് വന്നാൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? റെറ്റീനയുടെ മുന്നിലാണ്, മുൻവശത്താണ്. റെറ്റീനയിലല്ല ഫോം ചെയ്യുക. പക്ഷേ അടുത്തുള്ളൊരു വസ്തുവാണ് ഇത്. ഇത് അടുത്തുള്ളൊരു വസ്തുവാണ്. ഇവിടുന്ന് പോകുന്ന ലൈറ്റ് റേസ് നോക്കടാ, പോയിട്ട് എന്തായി? ലെൻസിൽ തട്ടിയിട്ട് എന്തായി? നേരെ റെറ്റീനയിൽ തന്നെ വീഴുന്നുണ്ട്. കണ്ടോ? നേരെ റെറ്റീനയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? പ്രതിബിംബം എവിടെ ഉണ്ടാവുന്നത്? റെറ്റീനയിലാണ്, അടുത്തുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ അടുത്തുള്ള വസ്തുക്കൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം, പക്ഷേ ദൂരമുള്ളത് എന്ത് പറ്റുന്നില്ല? ക്ലിയർ ആയി കാണാൻ പറ്റുന്നില്ല. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കോ. ഇമേജ് ഇസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റീന അല്ലേ? ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു. അതേപോലെ കോസസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതേപോലെ ഫാർ പോയിന്റ്, നിങ്ങൾക്ക് നിയർ പോയിന്റ് ഉണ്ട്, ഫാർ പോയിന്റ് ഉണ്ട്. നിയർ പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എത്രയാണോ കാണാൻ പറ്റുക. ഈ കൈ ഇപ്പം ഞാൻ ഇങ്ങനെ പിടിക്കുവാണ്, മെല്ലെ മെല്ലെ ഞാൻ ഇത് അടുത്ത് കൊണ്ടുവരികയാണ്. ഒരു ലിമിറ്റ് വരെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം, പക്ഷേ അതിൻ്റെ അപ്പുറം ഞാൻ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ബ്ലർ ആവാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ഞാൻ ഇതിവിടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ മിനിമം ഡിസ്റ്റൻസ് എത്രയിലാണോ എനിക്ക് ക്ലിയർ ആയിട്ട് ഇത് കാണാൻ പറ്റുക, അതാണ് നിയർ പോയിന്റ്. യൂഷ്വലി നിയർ പോയിന്റ് എത്രയാണ്? നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതേപോലെ ഫാർ പോയിന്റ് എത്രയാ? ഫാർ പോയിന്റ് നിങ്ങൾക്ക് എത്ര ദൂരം വരെ കാണാൻ പറ്റും? കാണാൻ പറ്റും അല്ലെ? നിങ്ങളിപ്പോൾ ബീച്ചിൽ പോയി നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരെ? സൂര്യനെ വരെ കാണാം അല്ലെ? സോ ഇൻഫിനിറ്റി ആണ് ഫാർ പോയിന്റ് നോർമൽ ഐന്റെ. കേട്ടോ? പക്ഷെ മയോപ്പിക് ഐന്റെയോ? മയോപ്പിയ ഉള്ള ഒരാൾക്ക് എന്ത് പറ്റില്ല? ദൂരമുള്ള വസ്തുക്കൾ കാണാൻ പറ്റില്ല. അപ്പൊ അയാളുടെ ഫാർ പോയിന്റ് പറയുന്നത് ഇൻഫിനിറ്റി അല്ല. കേട്ടോ? ഓക്കെ അല്ലേ? ഫാർ പോയിന്റ് ഓഫ് എ മയോപ്പിക് ഐ ഇസ് നോട്ട് അറ്റ് ഇൻഫിനിറ്റി. പിന്നെ എവിടെയാണ് സാർ ഫാർ പോയിന്റ് എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ എവിടെയില്ല. ഈ നിയർ പോയിന്റ് ഒക്കെ ഇല്ലേ? അടുത്തുള്ള വസ്തുക്കൾ കാണാലോ? അതിന്റെ കുറച്ച് അപ്പുറം തന്നെ ആയിരിക്കും. മനസ്സിലായോ? നല്ല ദൂരമൊക്കെ കാണാൻ പറ്റില്ല, അടുത്ത് തന്നെ ആയിരിക്കും ഫാർ പോയിന്റ് ഉണ്ടാവുക ഒരു ഹ്രസ്വദൃഷ്ടിയുള്ളൊരു ആൾക്ക്. ഓക്കെ, ഇനി അതേപോലെ ഇതെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം? മയോപ്പിയ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ഒന്നുമില്ല,
കണ്ണടകൾ ഉപയോഗിക്കില്ലേ? അതില് കോൺകേവ് ലെൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ഒരു കോൺകേവ് ലെൻസ് യൂസ് ചെയ്താൽ മതി മയോപ്പിയ റെക്ടിഫൈ ചെയ്യാം. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു വ്യക്തിക്ക്. കേട്ടല്ലോ? അപ്പൊ മയോപ്പിയ മനസ്സിലായില്ലടാ എന്താണെന്ന്? മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി മനസ്സിലായില്ലേ? ഇതാ വരക്കാൻ ചോദിച്ചാൽ ഈ 3 റേ ഡയഗ്രാം വരക്കണം കേട്ടോ. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ എന്താണ്? ഫസ്റ്റത്തത് ഇൻഫിനിറ്റിയിലുള്ളൊരു വസ്തുവാണ്. ഓക്കെ, ഇൻഫിനിറ്റിയിലുള്ളൊരു വസ്തു. ഓക്കെ, അതായത് അനന്തതയിലുള്ളൊരു വസ്തു, അതിൻ്റെ ലൈറ്റ് റേസ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് കാണിച്ചിട്ടില്ലേ. ഇനി ഇത് നിയർ പോയിന്റ് ആണ്, അതായത് അടുത്തുള്ളൊരു വസ്തു. അടുത്തുള്ളൊരു വസ്തു ആണെങ്കിൽ എവിടെയാണ് ഫോം ചെയ്യുന്നത്? പ്രതിബിംബം എവിടെ ഉണ്ടാവുന്നത്? റെറ്റീനയിലാണ്. പക്ഷേ ദൂരത്ത് വരുന്നത് എവിടെയാണ്? റെറ്റീനയുടെ മുന്നിലാണ് ഇമേജ് ഉണ്ടാവുക. അതുകൊണ്ട് ക്ലിയർ ആയി കാണാൻ പറ്റില്ല. ഇനി മൂന്നാമത്തത് എങ്ങനെയാണ്? മൂന്നാമത്തത് കറക്ഷൻ ആണ്. ഓക്കെ, കറക്ഷൻ, അതായത് നിങ്ങളോട് ചിലപ്പോൾ എങ്ങനെയാണ് ഏത് ലെൻസ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ കോൺകേവ് ലെൻസ് ആണ്, മറന്നുകൂടാ. അതേപോലെ ഈ റേ ഡയഗ്രാമും വരച്ചു വെക്കണം കേട്ടോ. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ഇടുക. ഓക്കെ, അതേപോലെ അടുത്ത കണ്ടന്റും കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ ഏകൺ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സിന്റെ ലിങ്ക് ഒക്കെ അതിൽ കിട്ടുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.